ഓക്കെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് പറയാൻ വേണ്ടി പോകുന്നത് ഒരു മലയാള സിനിമയുടെ റിവ്യൂ ആണ് പറയാൻ വേണ്ടി പോകുന്നത്. അതായത് ആവേശം എന്ന് പറയുന്ന ജിത്തു മാധവൻ സിനിമയുടെ റിവ്യൂ കാര്യങ്ങളൊക്കെയാണ് പറയാൻ വേണ്ടി പോകുന്നത്. ഫഹദ് ഫാസിൽ ഒരുപാട് നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ തരംഗമായ കുറേ ആക്ടർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അവരുടെയൊക്കെ ഒരു ഇൻഫ്ലുവൻസേഴ്സ് ഇവരെയൊക്കെ വെച്ചാണ് ഈ സിനിമ തയ്യാറാക്കിയിരിക്കുന്നത്. ജിത്തു മാധവൻ്റെ ഒരു പ്രത്യേകതയാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിന് തൻ്റെ സിനിമയിൽ ഏറ്റവും കൂടുതലുള്ള ഒരു സ്പേസ് കൊടുക്കാനുള്ള ജിത്തു മാധവൻ്റെ ഒരു മാത്രം പ്രത്യേകതയാണ്. ഹിറ്റ്സർ അങ്ങനത്തെ പോലുള്ള കുറച്ച് ആൾക്കാരൊക്കെയാണ് ഈ സിനിമയിൽ വന്നിരിക്കുന്നത്. ഇത് രോമാഞ്ചം എന്ന സിനിമേനെ കണക്കത്തെ ഒരു സിനിമ തന്നെയാണ്. രോമാഞ്ചത്തിൻ്റെ ഒരു ടോൺ പിടിച്ച് തന്നെയാണ് ഈ സിനിമ തയ്യാറാക്കിയിരിക്കുന്നത്. ജിത്തു മാധവൻ രോമാഞ്ചം സിനിമയുടെ ഒരു ഡയറക്ടറും ഒക്കെയാണ് ഈ ജിത്തു മാധവൻ. സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂൾ കുട്ടികൾ, സ്കൂൾ സീനിയേഴ്സ് ഇവർ തമ്മിലുള്ള ഒരു ചെറിയൊരു തീമിൽ തുടങ്ങി ഒരു നേതാവ്, ഒരു ഗുണ്ടാ നേതാവിൻ്റെ കയ്യിൽ അഭയം തേടി പോകുന്ന കുറച്ച് കുട്ടികളുടെ കഥയാണ് പറയുന്നത്. അവരുടെ രക്ഷകനായി വരുന്ന രംഗ എന്ന് പറഞ്ഞൊരു കഥാപാത്രമാണ് ഫഹദ് ഫാസിൽ ഈ സിനിമയിൽ ചെയ്യുന്നത്. വളരെ രസകരമായ ഒരു കഥാപാത്രമായിരുന്നു ഫഹദ് ഫാസിൽ ചെയ്ത് വെച്ചിരിക്കുന്നത്. തമാശ അല്ലെങ്കിൽ പിന്നെ നമുക്ക് എൻ്റർടൈൻമെൻറ്റായിട്ടാണ് ഈ കഥാപാത്രം നമ്മൾ കാണേണ്ടത്. ഗംഭീരമായ ഒരു പ്രകടനം വരുന്ന ഫഹദ് ഫാസിൽ കാണിച്ച കൂടെയുള്ള ഈ സജിൻ എന്ന് പറയുന്ന ഒരു ആളുണ്ട്. സജിൻ അംബാൻ എന്ന് പറഞ്ഞൊരു കഥാപാത്രമായിട്ടാണ് വരുന്ന. മറ്റ് താരങ്ങളുടെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിറ്റ്സർ, മിഥുൻ, ഷാനവാസ് എന്നിവരൊക്കെയാണ്, റോഷൻ ഷാനവാസ് എന്നിവരൊക്കെയാണ് പ്രധാനപ്പെട്ട ഒരു റോളും ഈ സിനിമയിൽ ചെയ്യുന്നത്. ഈ സിനിമയുടെ ഒരു ആദ്യ പകുതി നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കൊരു വെറൈറ്റി കോൺസെപ്റ്റാണ് കാണാൻ വേണ്ടി പറ്റിയത്. അതായത് ഒരു പക്ക വെറൈറ്റി അനുഭവങ്ങളൊക്കെയാണ് ഈ സിനിമ തരുന്നത്. അതായത് ജൂനിയർ സീനിയർ എന്ന് പറയുന്ന ഈ ഒരു ഫൈറ്റും തർക്കങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ന്യൂ ജനറേഷൻ സിനിമ കാലഘട്ടത്തും പണ്ട് നമ്മൾ ഒരുപാട് കണ്ടൊരു കോൺസെപ്റ്റാണ്. പണ്ട് മോഹൻലാലിൻ്റെ കാലഘട്ടത്തിൽ ഈ ഒരു കോളേജിലെ ജൂനിയർ സീനിയർ ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ള ഒരുപാട് സിനിമകളൊക്കെ ഉണ്ട്, കോളേജ് ഹീറോസ് അങ്ങനത്തെ. അതിൽ നിന്ന് ഈ ന്യൂജൻ കാലഘട്ടത്തിൽ നിൽക്കുന്ന സമയത്ത് ഒരു വെറൈറ്റിയോട് കൂടി തന്നെയാണ് ജിത്തു മാധവൻ അവതരിപ്പിച്ചിരിക്കുന്നത്. ഭയങ്കര ഒരു ത്രില്ലർ ആൻഡ് എൻഗേജ്ഡ് മൂഡായിരുന്നു ഈ സിനിമ കാണാനായിട്ട്. ഒന്നും പറയാനില്ല, അത്രയ്ക്ക് നമ്മളെ പിടിച്ചിരുത്തും. പിന്നെ ഫഹദ് ഫാസിലിൻ്റെ ഇൻട്രോ സീൻ എപ്പോഴാണ് എന്നുള്ള ഒരു അന്വേഷണം കൂടെ നമുക്ക് ഈ സിനിമ കൂടെ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതൊരു മികച്ച ഒരു അനുഭവം തന്നെയായിരുന്നു. ഫഹദ് ഫാസിലിനെ മാത്രം ഫോക്കസ് ചെയ്ത ആ ഒരു രംഗ എന്ന് പറഞ്ഞ കഥാപാത്രത്തിൻ്റെ ചില രംഗങ്ങളും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയാണ് ജനങ്ങളെല്ലാവരും ഈ സിനിമ കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. അതൊരു എപ്പോൾ വരും എന്നുള്ള രീതിക്ക് തന്നെയായിരുന്നു ചെയ്തു വച്ചിരിക്കുന്നത്. പിന്നെ പാട്ടുകളെ പറ്റിയാണ് പിന്നെ പറയേണ്ട. ഒരുമാതിരി വൈബ് സോങ്ങുകൾ. സത്യം പറഞ്ഞാൽ സുഷിൻ ശ്യാം എന്ന് പറയുന്ന ഒരു മ്യൂസിക് കമ്പോസറുടെ ഒരു കരബിരുദ് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. പുള്ളി അങ്ങ് ചെയ്ത് വെച്ചേക്കാണ്. അതായത് ഈ എന്തു പറയാം, ഒരു വെറൈറ്റി ആയിട്ടുള്ള കുറേ സോങ്ങും കാര്യങ്ങളൊക്കെ. വെറൈറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എനിക്കൊന്ന് തുള്ളാൻ വേണ്ടി തോന്നുന്ന രീതിക്കുള്ള ഒരു കിടിലൻ ആ ഒരു 6-7 സോങ്ങുകളൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട്. അതെല്ലാം ഒരു സിനിമയുടെ ഇതില്ലായിരുന്നു. പിന്നെ ഈ സിനിമ ഈ രംഗ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിന് സീനിയേഴ്സിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് അവർക്കൊരു തിരിച്ചടി കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു അന്വേഷണം പ്രകാരം ഈ കുട്ടികളെ പോയി ചെന്ന് കണ്ടെത്തുന്ന ഒരു ലോക്കൽ ഗാങ്സ്റ്ററാണ് ഈ രംഗ എന്ന് പറയുന്ന ഈ ഫഹദ് ഫാസിലിൻ്റെ കഥാപാത്രം. ഈ സിനിമയിൽ ആ ഒരു ടോണിൽ കൂടെ ഇങ്ങനെ പോയിട്ട് ഇവരുടെ സീനിയേഴ്സിനെ അടിക്കുക എന്നുള്ള ഒരു രീതിക്കുള്ള ഒരു ചില കാര്യങ്ങളും കൂടെ കഴിഞ്ഞ് പോയിട്ട് പിന്നെ ഈ സിനിമയിൽ ക്ലൈമാക്സിലൂടെ കടുക്കാൻ നേരത്ത് പക്ക രോമാഞ്ചത്തിൻ്റെ കുറേ രംഗങ്ങളൊക്കെ അതേ കണക്ക് എടുക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഒന്ന് ആഴത്തിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പണ്ട് ഞാൻ കണ്ട ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ തന്നെ ഇത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതായത് അനാമിക എന്ന് പറഞ്ഞ രോമാഞ്ചം സിനിമയിലെ ആ ഒരു കഥാപാത്രവും ആ ആൾക്കാരും ഇവിടെ രംഗയും ഈ കുട്ടികളും തമ്മിലുള്ള ഒരു സിമിലാരിറ്റിനെ പറ്റി വളരെ ഇതായിട്ട് ആ ഒരു സംഭവങ്ങളൊക്കെ ഒന്ന് ചേർത്ത് നോക്കുകയാണെങ്കിൽ അവിടെ അനാമികനെ വെച്ചാണ് അവർ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇവിടെ രംഗനെ വെച്ചാണ് ഈ കുട്ടികളൊരു രക്ഷകനായിട്ട് കാണുന്നത്. പിന്നെ അനാമിക അവർക്ക് ഓപ്പോസിറ്റ് ആവുകയും രംഗ ഇവർക്ക് ഓപ്പോസിറ്റ് ആവുകയും ചെയ്യുന്ന ഒരു തീമുണ്ട്. ഇത് രോമാഞ്ചത്തിൻ്റെ അതേ കണക്കാണ്. പിന്നെ രോമാഞ്ചം എന്ന് പറഞ്ഞ സിനിമയിലൊരു സീക്വൻസ് അതേ കണക്കൊന്ന് റീക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഈ കുട്ടികൾ വീട്ടിൽ നിന്നിറങ്ങി പോകാൻ നേരത്ത് ആ ലേഡി കഥാപാത്രം ഇങ്ങനെ ബൈക്ക് കൊണ്ടിരുന്ന ഒരു സീനുണ്ട്. ഇതേ കണക്കൊരു സെയിം സീൻ രോമാഞ്ചം സിനിമയിലുണ്ട്. അത് ഗംഭീരമായിട്ട് തന്നെ ഒരു റീക്രിയേഷൻ പോലെ കൊണ്ടുവന്നതൊക്കെ പറയാൻ വേണ്ടി പറ്റും. രോമാഞ്ചത്തിൻ്റെ ഒരു തീമാണ് ഈ സിനിമ പിടിച്ചേക്കുന്നത്. എന്നാലും കണ്ടിരിക്കാൻ വേണ്ടി പറ്റിയ സിനിമയാണ്. 150 കോടി ക്ലബ്ബിൽ കയറിയൊരു സിനിമയാണ്
എൻ്റർടൈൻമെൻറ്റ് പാക്കിന് പറ്റിയ സിനിമ തന്നെയാണ്. നമുക്ക് എപ്പോൾ ഇനി ഇതൊരു എവർഗ്രീൻ സിനിമയായിരിക്കും. കാരണം എപ്പോൾ കണ്ടാലും നോ ലാക്ക് നോ ഒരു ഒരു മോശം നമുക്ക് മടുക്കത്തില്ല ഈ സിനിമ. എപ്പോൾ കണ്ടാലും കാണാൻ വേണ്ടി പറ്റിയ ഒരളവിൽ ഈ കാലഘട്ടത്തിലേക്ക് വന്ന സിനിമയുടെ എണ്ണത്തിൽ ഈ ഒരു ആവേശവും കൂടി എടുത്തു വയ്ക്കാൻ വേണ്ടി പറ്റും. അതാണ് ഒരു പ്രധാനപ്പെട്ടൊരു ഹൈലൈറ്റ് ഈ സിനിമയുടെ. പെർഫോമൻസിൽ എല്ലാവരും ഞെട്ടിക്കുന്നുണ്ട്. അമ്പാൻ എന്നൊക്കെ പറഞ്ഞ കഥാപാത്രമൊക്കെ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയതൊക്കെ നമുക്കറിയാവുന്ന തന്നെയാണ്. വേറെ ലെവലിലാണ് ആ ഒരു ഡയലോഗും ശ്രദ്ധിക്കേണ്ട അമ്പാനെ എന്നൊരു ഡയലോഗൊക്കെ ട്രെൻഡിങ് ആയത്. അതൊക്കെ ഒരു പ്ലസ് പോയിൻ്റാണ് ഈ സിനിമയുടെ. ഈ സിനിമ ഒരു അഭിവാജ്യ ഘടകമായിട്ട് എനിക്ക് തോന്നുന്നത്. പിന്നെ നമ്മുടെ പിണറായി വിജയൻ CM ഈ ഇടയ്ക്ക് ഇവിടെ ഒരു കാര്യം പറഞ്ഞായിരുന്നു, ഈ സിനിമ കണ്ട് കുട്ടികളൊക്കെ വഴിതെറ്റിപ്പോകുന്നുള്ള കാര്യങ്ങളൊക്കെ. അത് എടുത്തു വെച്ച് ഈ സിനിമയായിട്ട് നോക്കാൻ നേരത്തെ എനിക്ക് അത്ര ഒരു മാച്ചിങ് ആയി തോന്നി. പക്ഷേ അതിൽ ചെറിയ ഒരു കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ കണ്ടിട്ട് ഈ ബാംഗ്ലൂരൊക്കെ പഠിക്കാൻ വേണ്ടി പോകുന്ന കുട്ടികൾ ഇതേ കണക്കത്തെ ഒരു ലോക്കൽ ഗ്യാങ്സിൻ്റെ സപ്പോർട്ടിനുള്ള ചാൻസ് ഒരുപാട് കൂടുതലാണ്. പിന്നെ ഈ സിനിമയിൽ പറയുന്ന ഒരു തീമിനെ ഉണ്ടല്ലോ, ഒട്ടും ലോജിക് ഇല്ലാത്തതെന്നൊക്കെ എനിക്ക് തോന്നിപ്പോൾ. അതായത് ഇപ്പം എക്സാമിന് തോറ്റ കുട്ടികളാണ്, അവർക്ക് എക്സാം പാസ്സാവണം എന്നുള്ള കാര്യം വെച്ച് അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കുട്ടികളാണെങ്കിൽ പഠിക്കുക ചെയ്യും. പിന്നെ സീനിയേഴ്സിൻ്റെ മാരകമായ ഉപദ്രവങ്ങൾ കൊണ്ട് അവർക്ക് തിരിച്ചടി കൊടുക്കാൻ വേണ്ടി ഗ്യാങ്സിനെ കണ്ടെത്തണമെങ്കിൽ ഒരു കൊട്ടേഷൻ എന്നാണ് കൊടുത്താൽ മതിയാണ്. അങ്ങനെയാണെങ്കിൽ അത് ഓക്കെ ആയിരുന്നു. അപ്പം അതൊക്കെയാണ് ചെറിയ സ്ക്രിപ്റ്റിൻ്റെ ചില പ്രശ്നങ്ങളൊക്കെ ആയിട്ട് എങ്ങനെയാണ് എനിക്ക് വന്നത്. ആ ബാക്കിയുള്ള കാര്യം വെച്ച് സിനിമ ഒരു എൻ്റർടൈൻമെൻറ്റ് പാക്കായിരുന്നു. നന്നായിട്ടൊന്ന് കാണാൻ വേണ്ടി പറ്റിയ ഒരു ലാഗോ കാര്യങ്ങളൊന്നുമില്ല. പാട്ടുകളൊക്കെ നമ്മളെ കോരിത്തിരിപ്പിക്കുക ആ രീതിക്കുള്ള ഐറ്റമാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നല്ലൊരു സിനിമയായിരുന്നു. ഇരുന്ന് നമുക്ക് ഒരു ബോറടിയും കൂടാതെ 2 മണിക്കൂറും 11 മിനിറ്റൊക്കെ ഇരുന്ന് കാണാൻ വേണ്ടി പറ്റിയ ഒരു ഗംഭീരമായൊരു 11 മിനിറ്റ് കൂടുതലുണ്ട്. ഗംഭീരമായ ഒരു സിനിമയായിട്ട് ആവേശം എന്നൊരു സിനിമ എനിക്ക് തോന്നി. സോ ആ ഒരു കാര്യം വെച്ച് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഈ സിനിമ എടുത്ത് കാണാൻ വേണ്ടി ശ്രമിക്കുക. അതിൻ്റെ ഒരു വൈബ് നിങ്ങൾ ഇതാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഗംഭീരമായൊരു സിനിമയായിരുന്നു. പിന്നെ ചില സാമൂഹിക പ്രശ്നങ്ങളിൽ കൂടെ ഈ സിനിമയെ ചൂണ്ടിക്കാണുന്നതോട് എനിക്ക് യോജിപ്പൊന്നുമില്ല. പഠിക്കേണ്ട കുട്ടികൾ എവിടെ പോയാലും പഠിക്കും. ഈ തലതിരിഞ്ഞ് പോണ പിള്ളേർ ഇതാണൊക്കെ എവിടെയെങ്കിലും ചെന്ന് കയറി വല്ല ഗ്യാങ്സ്റ്ററൊക്കെ വെച്ച് അകപ്പെട്ടു പോകും. അതൊക്കെ പിന്നെ അവരുടെ കയ്യിലായിരിക്കുന്നത്. സോ ആ ഒരു കാര്യം വെച്ച് ഇതാണ് ആവേശം എന്ന് പറഞ്ഞ സിനിമയുടെ റിവ്യൂവും കാര്യങ്ങളൊക്കെ ടെലിഗ്രാമിലൊക്കെ ലിങ്ക് അവൈലബിൾ ആണ്. കാണാത്തവർ പെട്ടെന്ന് തന്നെ പോയി കാണാൻ വേണ്ടി ശ്രമിക്കുക. സോ ആ ഒരു കാര്യം വെച്ച് ഇത്രയുള്ളൂ ആവേശം എന്ന് പറഞ്ഞ സിനിമയുടെ റിവ്യൂവും കാര്യങ്ങളൊക്കെ. സോ അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, മറ്റ് സിനിമ അപ്ഡേറ്റുകൾ സിനിമ റിവ്യൂവും കാര്യമായിട്ട് ഒതുക്കി സൈനിങ് ഔട്ട്. ബൈ. ഓക്കെ.